ഞാൻ ഏറ്റവും കൃപാസമാതാവിനോട് ആയിരം നന്ദി പറയുകയാണ്. എൻ്റെ പേര് സോളമൻ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അരുമ്പൂര് ഇടവ എന്ന് വരുന്ന വ്യക്തിയാണ്. ഞാൻ ഡിഗ്രി എക്സാമിന് 2 സബ്ജക്റ്റുകളിൽ ഫെയിലാവുകയും അതിന് ഫലമായിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഇതിന് ശേഷം ഞാൻ ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുക്കുകയും ചെയ്തു. ഈ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് എനിക്ക് 3 മാർക്കിന് ഞാൻ ഫെയിലായി. ഈ 3 മാർക്കിന് ഫെയിലായപ്പോൾ ഞാൻ അത് റീവാലുവേഷന് കൊടുത്തു. റീവാലുവേഷന് കൊടുത്തപ്പോൾ ഒരു സബ്ജക്റ്റ് മാത്രമാണ് എനിക്ക് പാസ്സാകാൻ പറ്റിയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റിൽ 3 മാർക്കും മറ്റൊരു സബ്ജക്റ്റിന് 2 മാർക്കും ഒരു സബ്ജക്റ്റിൽ 1 മാർക്കിന് ഫെയിലാവുകയും ചെയ്തു. ഇങ്ങനെ ഉണ്ടായപ്പോൾ ഞാനിവിടെ വന്ന് ഇവിടുത്തെ അച്ഛനെ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു എല്ലാം റെഡിയാവുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു സബ്ജക്റ്റ് പാസ്സായെന്ന് പറഞ്ഞല്ലോ, ആ സബ്ജക്റ്റ് മാർക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോയി. അവിടുത്തെ കോർഡിനേറ്ററിനെ കണ്ട് പറഞ്ഞു 1 മാർക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ഒരു ഡിഗ്രി എനിക്ക് പോയത്, അല്ലെങ്കിൽ എനിക്ക് ഡിഗ്രി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ കോർഡിനേറ്റർ എന്നോട് പറഞ്ഞു എല്ലാം റെഡിയാവും എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞിങ്ങോട്ട് ആശ്വസിപ്പിച്ച് വിട്ടു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് വീണ്ടും ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോൾ വരിക ചെയ്തത്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോൾ എന്നിട്ട് പറഞ്ഞു എനിക്ക് 1 മാർക്കിനാണ് ഡിഗ്രി പാസ്സായതെന്ന് ചോദിച്ചു. അതെ, 1 മാർക്കിനാണ് ഡിഗ്രി ഞാൻ ഫെയിലായെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 1 മാർക്ക് നിങ്ങൾക്ക് മോഡറേഷൻ തരികയാണ്, നീ ഇക്കൊല്ലം തന്നെ ഡിഗ്രി പാസ്സായിക്കാണ്, നിങ്ങൾക്ക് ഉപരിപഠനത്തിന് അപേക്ഷിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഉപരിപഠനത്തിന് അപേക്ഷിച്ചു. ഇത് എനിക്ക് 2ാമത്തെ പുതുക്കലിന് കിട്ടിയ അനുഭവമാണ്. ഈ 2ാമത്തെ പുതുക്കലിന് അനുഭവം കിട്ടിയെന്ന് മാത്രമല്ല, ഞാൻ PG എക്സാം അത് ഞാൻ MC ആണ് എടുക്കുന്നത്. അപ്പോൾ LBS എന്ന് പറഞ്ഞൊരു എക്സാമിന് എഴുതി, അതിന് ഉന്നത റാങ്ക് കിട്ടുകയും ചെയ്തു. പിന്നെ എന്ന് പറയുന്നത് എൻ്റെ അച്ഛന് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ളതായിരുന്നു. 36% ഹാർട്ടിംഗ് ബീറ്റ് എന്ന് പറയുന്നത്. ഈ ഹാർട്ടിംഗ് ബീറ്റിന് 45% മേലെ പോയാലാണ് നോർമൽ ബീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ 6 മാസമായിട്ടും ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടും 6 മാസമായിട്ടും ഒന്നും ആയിരുന്നില്ല. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാനിവിടെ അച്ഛനോട് പറഞ്ഞത്, ഇവിടെ വന്ന് അച്ഛനെ കണ്ടു വർത്താനം പറഞ്ഞപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് എനിക്ക് വേണ്ടി എൻ്റെ പിതാവിന് വേണ്ടിയും പ്രാർത്ഥിക്കുമെന്നും അതിൻ്റെ ഫലമായിട്ട് പിന്നെ നടന്ന ചെക്കപ്പിൽ 48% ഉയരുകയും ചെയ്തു. അതും വെറും 3.5 മാസം കൊണ്ടാണ് ഉയർന്നത്. 6 മാസമായിട്ട് ഉയരാത്ത സംഭവം വെറും 3.5 മാസം കൊണ്ട് 1/3 ഉയരുകയും ചെയ്തു. ഇതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഞാൻ വീട്ടിൽ പ്രാർത്ഥന കുറവായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഡെയിലി ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഡെയിലി ഞാൻ പ്രാർത്ഥന എത്തിക്കും. വൈകിട്ട് പ്രാർത്ഥനയാണ്. വീട്ടിൽ എല്ലാ ദിവസവും 8 മണിക്ക് കുടുംബ പ്രാർത്ഥനയാണ്. എല്ലാവരും വരും. വീട്ടിൽ പപ്പയുണ്ട്, പപ്പ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്, അമ്മയുണ്ട്, ഞങ്ങൾ 3 പേര് എന്നാണ് ഇപ്പോൾ നിലവിൽ പ്രാർത്ഥന എത്തിക്കുന്നത്. പ്രാർത്ഥന ഞാനാണ് എത്തിക്കാറുള്ളത്. അതിന് ഫലമായി ഇപ്പോൾ ഡെയിലി എത്തിക്കുന്നു മാത്രമല്ല, ഇവിടെ നിന്ന് കിട്ടുന്ന ഓരോ അനുഭവങ്ങൾ അമ്മ എനിക്ക് കാണിച്ചു തരും. ചൊവ്വാഴ്ചകളിൽ ധ്യാനമുണ്ട്, കൂടാണ്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ അമ്മ സെപ്പറേറ്റ് എനിക്ക് കാണിച്ചു തരും. ഇതിൽ വിശ്വസിക്കണം, നിന്നെ ദൈവം ഒരിക്കലും കൈവിടില്ല എന്ന് അമ്മ എന്നോട് പറയുമായിരുന്നു. പിന്നെ ഇത് മാത്രമല്ല, എനിക്കിപ്പോൾ ഡെയിലി ഞാൻ ബൈബിൾ വായിക്കാത്തവരാണ്. ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, ഞാൻ ബൈബിൾ വായിക്കാത്തൊരു വ്യക്തിയാണ്. ഈ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എനിക്ക് ചെറുപ്പത്തിൽ പറഞ്ഞെന്ന് അനുഭവം കൊണ്ട് കാണാപ്പാടം പഠിച്ച് പറയണതായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് ബൈബിൾ വായിക്കണമെന്ന് വിചാരിച്ച് ബൈബിൾ വായിച്ച് ഇപ്പോൾ എനിക്ക് മലയാളം വായിക്കാൻ പറ്റുന്നത് മാത്രമല്ല, ഡെയിലി ഞാൻ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞാൽ ബൈബിൾ വായിക്കാനും തുടങ്ങി. ഞാൻ അതിനോടൊക്കെ ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഈ മകൻ തൻ്റെ പരീക്ഷയിൽ ജയിച്ചതിനെക്കുറിച്ചും ഉള്ള സാക്ഷ്യമാണ് ഏറ്റവും അവസാനവും പറഞ്ഞു നിർത്തിയത്. ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം വ്യക്തിപരമായിട്ട് കുടുംബത്തിലും അല്ലെങ്കിൽ ഇവൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുള്ള ആത്മീയമായ മാറ്റങ്ങളെക്കുറിച്ചാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ളവർ ഈ അൾത്താരയിൽ കയറി ദൈവത്തിനെക്കുറിച്ചും അവർക്ക് ലഭിച്ച ദൈവാനുഭവത്തിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ പ്രത്യേകം ഇത് ഉടമ്പടിയെ കൂടുതൽ ഇവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് മാറ്റിക്കൊടുക്കുകയും അതുപോലെ തന്നെ അനുഭവമുള്ള മറ്റ് യുവതിയുവാക്കളെ ഈ അനുഭവത്തിൻ്റെ സാക്ഷ്യസ്ഥലങ്ങളിൽ എത്തിക്കുന്നതുമൊക്കെ ഒരുപാട് നന്ദിയോടും പ്രാർത്ഥനയോടും കൂടി ഓർത്ത് നന്ദി പറയാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ദൈവത്തിനെക്കുറിച്ച് ഒരു ദൈവാനുഭവം പറഞ്ഞ ഒരു പക്ഷേ ഒരു ദൈവസാന്നിധ്യം ഉള്ളൊരിടങ്ങളിലും നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പം എനിക്കൊരു ദൈവാനുഭവം ഉണ്ടെന്നും പറഞ്ഞ് കൈ ഉയർത്തി വരുവാനായിട്ടുള്ളവർ വളരെ ചുരുക്കമാണ്. അവർക്ക് പ്രാർത്ഥന അറിയാം, ബൈബിൾ എന്താണെന്നറിയാം, ഈശോനെ അറിയാം, മാതാവിനറിയാം. പക്ഷേ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ എല്ലാം ഒരു ഉത്തരം കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരുന്നൊരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറയുന്നവർ എണ്ണം വർദ്ധിക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ വ്യക്തമായ അനുഭവങ്ങൾ വെച്ച് ഒരു വ്യക്തി അതും തൻ്റെ ചെറുപ്പത്തിൽ തന്നെ അൾത്താരയിൽ കയറി നിൽക്കുവാനും ഇത്രയും പേരുടെ മുൻപിൽ ഈ സമയത്തും നാളെ
ഒരുപാട് പേര് കേൾക്കേണ്ട ഒരു സാക്ഷ്യം, അത് വ്യക്തമായിട്ട് പറയാനും ദൈവം ഒരാൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ ഈ ഉടമ്പടിയുടെ ഒരു അനുഭവമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഈ മകൻ അവസാനം പറഞ്ഞു നിർത്തുന്നത് പോലെ ഇവനെ വളർത്തിയ അപ്പച്ചനും അമ്മയും ഈ വിശ്വാസ കാര്യത്തിലെടുത്ത ഗൗരവവും പ്രധാനപ്പെട്ടതായിട്ട് നോക്കിക്കാണുകയും ഒപ്പം വളർച്ചയുടെ ഒരു കാലഘട്ടം ആകുമ്പോഴേക്കും മാതാപിതാക്കൾ തന്ന വിശ്വാസത്തിനും അപ്പുറം മക്കൾ ആവശ്യപ്പെടുന്ന കുറേ വിശ്വാസത്തിൻ്റെ സത്യങ്ങളെക്കുറിച്ചുള്ള കുറേ ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഉടമ്പടി അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഒറ്റ കാര്യം, ഒരു പ്രാർത്ഥനയിലേക്ക് തുറന്നു വരാനായിട്ടുള്ളൊരു മനസ്സും ഒരു തുറവിയും കൂടെയാണ് അവർ വരുന്നതെങ്കിൽ അവർ കൃത്യമായിട്ട് ഇതിനൊക്കെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനായിട്ടൊരു തയ്യാറായ മനസ്സുണ്ടെങ്കിൽ അവരെയൊക്കെ മാതാവ് വ്യക്തമായ അനുഭവമായിട്ട് ഈ അൾത്താരയിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു സാക്ഷ്യവും കൂടിയാണിത്. ഇപ്പം വ്യക്തിപരമായിട്ട് ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങുന്നു, പ്രാർത്ഥനയിൽ കൂടുതൽ വളരാനായിട്ട് തുടങ്ങുക എന്നൊക്കെ പറയുമ്പം അത് അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ട് എന്ന്, അല്ലെ പ്രാർത്ഥനയ്ക്കൊരു വിലയും ഒരു ബോധ്യവും ഒരു അർത്ഥമുണ്ടെന്നൊരു വ്യക്തി ഉടമ്പടിയിൽ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മ മനസ്സിലാക്കി കൊടുക്കുന്നത് തന്നെയാണ്. നേരെ പ്രത്യേകിച്ച് ഈ മകന് തൻ്റെ ഈ ചെറുപ്പകാലഘട്ടത്തിൽ ലഭിച്ച ഈ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനും ആ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിലേക്ക് നയിക്കുവാനിടവന്ന പരിശുദ്ധ അമ്മ സഹായിച്ച എല്ലാ സാഹചര്യങ്ങളും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.